പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഝാ പിടിയിലായി. ലളിത് ഝാ കർത്തവ്യപഥ് പോലീസിന് മുന്നിൽ ഹാജരാവുകയായിരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, ഈ ലളിത് ഝാ പോലീസിന് മുൻപാകെ കീഴടങ്ങുകയായിരുന്നു. എപ്പോഴാണ് സംഭവിച്ചത്? അഞ്ജിത, അല്പം മുൻപാണ് ഈ പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ലളിത് ഝാ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഈ കർത്തവ്യപഥ് പോലീസിന് മുന്നിലാണ് ലളിത് ഝാ കീഴടങ്ങിയത്. അതിനുശേഷം ഈ കേസ് അന്വേഷിക്കുന്ന ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ ഭീകരവിരുദ്ധ അന്വേഷണ സംഘത്തിന് ലളിത് ഝായെ കർത്തവ്യപഥ് പോലീസ് കൈമാറിയിട്ടുമുണ്ട്. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇയാൾ രാജസ്ഥാനിലേക്ക് കളഞ്ഞു എന്നുള്ള വിവരമാണ് ലഭിച്ചത്. അവസാനമായി ഇയാളെ പറ്റി ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ രാജസ്ഥാനിൽ നിന്നായിരുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. ഒരു NGO-യുമായി ബന്ധപ്പെട്ട് ഇയാൾ ജോലി ചെയ്ത് വരികയായിരുന്നു. ഈ പാർലമെന്റ് അതിക്രമം പദ്ധതിയിട്ട അതിലെ മുഖ്യ സൂത്രധാരൻ, പ്രത്യേകിച്ചും ഗൂഢാലോചന അടക്കം പദ്ധതിയിട്ട് അത് നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത മുഖ്യ സൂത്രധാരൻ തന്നെയാണ് ലളിത് ഝാ. ലളിത് ഝായെ പിടികൂടിക്കഴിഞ്ഞാൽ ഈ സംഘത്തിന്റെ ലക്ഷ്യമെന്നടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ആകുമെന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ നേരിട്ട് ഡൽഹി പോലീസിന് മുന്നിൽ തന്നെ ലളിത് ഝാ സറണ്ടർ ആയിരിക്കുകയാണ്, കീഴടങ്ങിയിരിക്കുകയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ലളിത് ഝായെ കൈമാറിയിരിക്കുന്നു. ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഇനി കോടതിയിൽ ഹാജരാക്കുക. അതേസമയം തന്നെ നിലവിൽ ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. ഇവരെ കൂടി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം അടക്കം ഉണ്ടായിരുന്ന ഈ പ്രാഥമിക നിഗമനം അനുസരിച്ചുണ്ടായ ഭീകര സംഘടനയുമായി ബന്ധമില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് തിരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭീകര സംഘടനയുമായി ബന്ധമുണ്ട്, ഒരു ആസൂത്രിത ആക്രമണമാണ് ഈ പാർലമെന്റിനെതിരെ നടന്നത് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പറയുന്നു. മാത്രമല്ല ഈ പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ചു കൂടി ഈ മൈസൂർ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ലക്നൗ ഭാഗങ്ങളിലേക്ക് കൂടി ഈ പ്രതികളെ നേരിട്ട് എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ വേണ്ടി കൂടി ഒരുങ്ങുകയാണ് പോലീസ്. അതിനിടയിലാണ് ഇപ്പോൾ അല്പസമയം മുൻപ് കർത്തവ്യ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഈ മുഖ്യ ആസൂത്രകനായിട്ടുള്ള ലളിത് ഝാ കൂടി കീഴടങ്ങിയിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ പാർലമെന്റ് അതിക്രമത്തിന്റെ ലക്ഷ്യം അത് മനസ്സിലാക്കാനായിട്ട് പോലീസിന് സാധിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ലഭിച്ച ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കൂടി കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും, അതും തേടുന്നുണ്ട്. ഏത് സംഘടനകളുമായിട്ടൊക്കെയാണ് ഇവർക്ക് ബന്ധമുള്ള കാര്യം കൂടി ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട്. അത് കുറച്ചുകൂടി വേഗത്തിലാക്കാനായിട്ട് എന്തായാലും പോലീസിന് സാധിക്കും. അർജുൻ, അറസ്റ്റ് രേഖപ്പെടുത്തിയോ അതോ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾക്കൊക്കെ ശേഷമായിരിക്കുമോ അറസ്റ്റിലേക്ക് കടക്കുക? നിലവിൽ ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിട്ടുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. കാരണം പ്രത്യേകിച്ചും ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും അവരുടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുമാണ്. കർത്തവ്യപഥ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇയാൾ ഹാജരാകുകയായിരുന്നു. അതിനുശേഷം അയാളെ അപ്പോൾ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്, കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്, അതേസമയം തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുകയും നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ കൂടി നടക്കും. അതിനുശേഷം ഇയാളെ റിമാൻഡിൽ വാങ്ങിയായിരിക്കും മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തുക. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ശരി അർജുൻ.